റഹീസ, ഈ റാലി തുടങ്ങുന്നത് സെപ്റ്റംബർ 13-ാം തീയതിയാണ്. ആ ആദ്യ റാലിയിൽ തന്നെ തിക്കും തിരക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആ റാലി അലങ്കോലപ്പെട്ടിരുന്നു. അതിനുശേഷം മദ്രാസ് ഹൈക്കോടതി വലിയ ഒരു ചോദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലേക്ക്, പ്രത്യേകിച്ച് TVKയുടെ മുന്നിലേക്ക് ഉന്നയിച്ചിരുന്നു. അതായത് ഇത്രയേറെ ആളുകൾ റാലിയിൽ പങ്കെടുക്കുമ്പോൾ അത് അപകടത്തിന് കാരണമാകില്ലേ? ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താകും? ആരതിന് ഉത്തരം പറയും? ഇത്തരം ചോദ്യങ്ങൾ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നു. മാത്രവുമല്ല, ഇത്തരം റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം മുൻകൂറായി പണം വാങ്ങാൻ സർക്കാരിന് കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. അപ്പോൾ TVKയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത്രത്തോളം ജനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ, പ്രത്യേകിച്ച് വിജയ് പോലെ ഒരു സിനിമാ താരം അവിടെ എത്തുമ്പോൾ, ഇത്തരം ആളുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിലപ്പോൾ അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റിയേക്കില്ല. പക്ഷേ കോടതി ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നു, ചില മുൻകൂർ നടപടികൾ എടുക്കുന്നു, സർക്കാരിന് നിർദ്ദേശം നൽകുന്നു. എന്നിട്ട് പോലും ഇതിന് ഇങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കാനായില്ലല്ലോ എന്നൊരു ചോദ്യവും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നില്ലേ? തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനം 2 ദിവസം മുൻപ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നു, സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു, ഇത്തരത്തിൽ ഈ റാലികളും ഒപ്പം തന്നെ ഈ സംസ്ഥാന പര്യടനം, നേതാക്കളുടെ പലരുടെയും പര്യടനം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ നിയമമുണ്ടോ, കൃത്യമായ ഗൈഡ് ലൈൻസ് നൽകാറുണ്ടോ, ഇവരിൽ നിന്ന് മുൻകൂട്ടി ഈ പണം വാങ്ങി വെക്കണം, അല്ലെങ്കിൽ അത് പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസുകളൊക്കെ നിരവധി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പണം വാങ്ങി വെക്കണം, അതിന് കൃത്യമായൊരു ഗൈഡ് ലൈൻസ് നൽകണമെന്നൊക്കെ കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ കേസ് 2 ദിവസം മുൻപാണ് വീണ്ടും ഈ ഇത്തരത്തിൽ മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചത്. ആ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അവിടെ പറഞ്ഞത്, സർക്കാരിന് അതിൽ റെസ്പോണ്ട് ചെയ്യാൻ 20 ദിവസത്തെ സമയം വേണം. ആ സമയത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ് അന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ആ കേസ് ഒക്ടോബറിലേക്ക് മാറ്റിവെക്കുന്നതായി ഒരു കോടതി അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നുകൂടി മനസ്സിലാക്കണം. അതായത് കോടതി ഇടപെട്ട് കൃത്യമായിട്ട് അതിലൊരു നിയമം ഉണ്ടാക്കണം, ചട്ടം ഉണ്ടാക്കണം, അത് പാലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു 4-5 ദിവസമാകുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുന്നത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായി പോയി എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ വിജയ്ക്ക് ആദ്യഘട്ടത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായിരുന്നില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ 3 തവണയാണ് ആംബുലൻസ് പോയത്. അപ്പോൾ തമിഴ്നാട്ടിൽ ആംബുലൻസ് രാഷ്ട്രീയത്തിനും ഇപ്പോൾ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് ഈ വിഷയം നേരത്തെ ഉയർന്നു വന്നിരുന്നു. അതായത് എടപ്പാടി പളനിസ്വാമി നടത്തുന്ന റാലികൾക്കിടയിലൂടെ ആംബുലൻസുകൾ പോകുന്നു. അപ്പോൾ ആംബുലൻസ് വന്ന് നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളൊരു ആരോപണം EPS ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ TVKയുടെ റാലി തുടങ്ങിയതിനു ശേഷം ആദ്യ ദിവസം ഇത്തരത്തിൽ ആംബുലൻസ് വന്നു. ആ ആംബുലൻസ് വരുമ്പോൾ വിജയ് അത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഇന്ന് ആദ്യഘട്ടത്തിൽ ഈ ആംബുലൻസ് പോകുമ്പോൾ, അതായത് TVK പ്രവർത്തകൻ കുഴഞ്ഞു വീണ് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തുമ്പോൾ വിജയ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട്. അതായത് നമ്മളുടെ പരിപാടിക്ക് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ ആംബുലൻസ് വരുന്നത്, അതായത് DMK കരുതിക്കൂട്ടി ഈ പരിപാടി പൊളിക്കാൻ വേണ്ടി ആംബുലൻസ് കൊണ്ടുവരുന്നതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം അവിടെ ഒരു സറ്റൈറിക്കലായിട്ട് ഒരു തമാശ രൂപേണ പരിഹസിച്ചുകൊണ്ട് ഈ ആംബുലൻസ് പോകുന്നതിനെ പറ്റിയുമൊക്കെ വിജയ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കില്ല. ഏതാണ്ട് 3 തീർച്ചയായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വിജയുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നതും അതുതന്നെയാണ്. കാരണം ഇത്തരത്തിൽ വലിയൊരു ദുരന്തം അവിടെ ഉണ്ടാകും, ഇത്രയേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നൊന്നും വിജയ്ക്ക് മുൻകൂട്ടി കാണാനായില്ല. അത് സംഭവിച്ചുവെന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയവേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാകാം. ആ ട്വീറ്റിലും അത് തന്നെയാണ്. പക്ഷേ കഴിയുമെങ്കിൽ ഒഴിവാക്കാനാകാവുന്ന ഒരു ദുരന്തമായിരുന്നു ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.